സ്കൂളൊക്കെ ഉണ്ടായത് അവിടെയാ? ഈ കാണുന്ന സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. പണ്ട് യൂട്യൂബിൽ വൈറലായ ഒരു ടീച്ചർ മക്കളും സൈക്കിൾ ഓടിച്ച് കിടന്ന ഗ്രൗണ്ട് അത്. ആ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന് ഒരു മൂല ഇടിഞ്ഞിട്ടുണ്ട്. അപ്പത്തെ ബിൽഡിങ് മൊത്തം പോയി. സ്കൂളിന്റെ സ്റ്റേജ് ഓഡിറ്റോറിയൊക്കെയാണ്. ഈ കണ്ട മരങ്ങളും കച്ചറകളൊക്കെ കുന്നിന്റെ മുകളിൽ ഒലിച്ചു വന്നാട്ടോ. ഒരു പഞ്ചായത്തിനെ മൊത്തം ഇളക്കി മറിച്ച് കൊണ്ടുവന്ന നരനായാട്ട് പറഞ്ഞതാണ്. പ്രകൃതിയുടെ താണ്ഡവാടുന്നൊക്കെ ഇത്രയും പോലും ശക്തിയില്ലാത്തൊരു തോടെ നിരോധിക്കൊണ്ടിരുന്നത്. നിലവിലിപ്പോൾ വലിയ കേടില്ലാത്തൊരു സ്കൂളിൽ കിട്ടുന്നത് മാത്രമേ. സ്കൂളിന്റെ പുറത്ത് ബിൽഡിങ്ങിന് സ്ഥിതിയുണ്ടോ? ബിൽഡിങ് മൊത്തം പോയി. നിലവിൽ ഇവിടെ ചെറിയൊരു കൈത്തോടായിരുന്നു. ആ ഉരുൾപൊട്ടിയ സമയത്ത് ആ വെള്ളം മൊത്തതാ ഈ ഗ്രൗണ്ട് മൊത്തം ഒരു പുഴ പോലെ ആയിരുന്നു. പിന്നെ ആ കണ്ട പാറകളൊക്കെ ഈ വെള്ളത്തിൽ ഒലിച്ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് ശരിക്കും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെ അല്ലേ ഫിറോസേ? ഇത് വീഡിയോയിൽ കണ്ടാൽ നമ്മളെ കണ്ണുകൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും വലിയ കല്ലുകളെ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി വരിക പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെ. ഇവിടെയൊക്കെ ഫുള്ള് വീടുകളുണ്ടായിരുന്നു. ആ കാണുന്ന വീടുകളൊക്കെ എല്ലാം പറയാം. ഇത് ആ രണ്ട് സൈഡിൽ കൂടെ നടുക്കിൽ കുറച്ച് ഭാഗം നിർത്തിയിട്ട് രണ്ട് സൈഡിൽ കൂടി അങ്ങോട്ട് പോയി. കുറഞ്ഞ ഭാഗം ഒരു 50 സെൻറ്റ് സ്ഥലം മാത്രം നിർത്തിയിട്ട് ബാക്കി രണ്ട് സൈഡിൽ കൂടി അടിച്ച് പൊളിച്ചായിട്ട് താണ്ടാൻ വേണ്ടിയിട്ട്. ഒരു JCBക്കോ ഒരു ഇറ്റാച്ചിക്കോ ഒറ്റയ്ക്ക് അനക്കാൻ പോലും പറ്റാത്ത സൈസ് പാറകൾ. പാറൻ്റെ സൈസാണ്. രണ്ടല്ല 4 ഇറ്റാച്ചുണ്ടെങ്കിൽ അനങ്ങിൻ്റെ സാധനം കേട്ടോ. മുണ്ടക്കൈ ജുമാ മസ്ജിദ് ഉസ്താദ് അതിൻ്റെ ബേക്കിലാണ് വെച്ചിരുന്നത്. ഞാൻ ഇതിന് മുന്നേ എടുക്കുന്ന പാറകല്ലാണ്. ഇതിൻ്റെ വലിപ്പം മുണ്ടക്കൈ പള്ളീന് മുന്നിൽ നിന്നുള്ള വ്യൂ ആണത്. അവിടെ നിന്നാണ് കുത്തി വലിച്ച് വന്ന് ഈ പാറയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. പാറേൻ്റെയൊക്കെ വലിപ്പം എങ്ങനെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല. കുപ്പിയോ? അതിൽ ഇത് നമ്പർ എഴുതിയിട്ടുണ്ട്. DNA ടെസ്റ്റിൻ്റെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് നമ്പർ നോക്കി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഈ ഖബർസ്ഥാനി ചൂരൽമലയിൽ അങ്ങനെ ഞങ്ങൾ തെരച്ചിലൊക്കെ അവസാനിപ്പിച്ച് മടങ്ങാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട ഒരു ആൽമരം, ഇത്രയും നിരനായിട്ട് എടുത്തിട്ട് 1-2 മരങ്ങൾ മാത്രമേ നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പോയി. ഇങ്ങനെ നമ്മൾ ബെയിലി പാലത്ത് കൂടെ കിടക്കാൻ പോവുകയാണ്.